വെൽക്കം മൈ ഡിയർ ടീച്ചേഴ്സ് ടു പെറ്റ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും PhD എക്സാംസ് ടുഡേയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. നിങ്ങളെല്ലാവരും ഏറ്റവും മികച്ച അധ്യാപകരാണ്. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ബിരുദ പഠനം നേടിയവരുമാണ്. നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതായത് HSA എന്നറിയപ്പെട്ടിരുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ്, ഇപ്പം അതിൻ്റെ പേര് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഹൈസ്കൂൾ ടീച്ചർ അഥവാ HST നാച്ചുറൽ സയൻസിലെ മത്സര പരീക്ഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അധ്യാപനം അഥവാ ടീച്ചർ. BEd കഴിഞ്ഞവരെല്ലാം തന്നെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മികച്ച അധ്യാപകരാണ്. ഈ മികച്ച അധ്യാപകര് ഗവൺമെന്റ് സർവീസിലേക്ക് കയറി ഗവൺമെന്റിന്റെ സെർവൻ്റായി ഏറ്റവും മികച്ചൊരു തലമുറയെ വാർത്തെടുക്കലാണ് നിങ്ങളുടെ കർത്തവ്യം. അപ്പം അതിന് സർവീസിൻ്റെ വാതായനങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ HSലേക്ക് എത്തിച്ചേരാം, അഥവാ HST നാച്ചുറൽ സയൻസ് എന്ന കടമ്പ നമ്മൾ ക്രോസ് ചെയ്ത് ഗവൺമെന്റ് സർവീസിലേക്ക് എത്താം. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് കിട്ടുക? എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എനിക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ മത്സരിച്ച കിട്ടുമോ? ഒരുപാട് മത്സരങ്ങൾ ഇതിൽ നടക്കുന്നില്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, റിസർവേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഒരിക്കലും നിങ്ങൾ പരീക്ഷയിൽ ആര് പങ്കെടുക്കുന്നു, എത്ര പേര് പങ്കെടുക്കുന്നതോ ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാനേ പോകരുത്. നിങ്ങൾ എപ്പോഴും കരുതേണ്ടത് നിങ്ങളെക്കുറിച്ച് മാത്രം. എത്ര പേരുണ്ട്, അവർ മിടുക്കന്മാരാണോ, അവർ റാങ്ക് ഹോൾഡേഴ്സ് ആണോ, ഇനി വലിയ ബിരുദങ്ങൾ നേടിയവരാണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എത്തേണ്ടത്. എപ്പോഴും നിങ്ങൾ ആ ഓപ്പൺ കോമ്പറ്റീഷനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഡോണ്ട് ബോദർ അബൌട്ട് ദ റിസർവേഷൻ കാറ്റഗറി. ഇപ്പം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം എങ്ങനെ ടു ക്രോസ് ദ ഗവൺമെന്റ് സർവീസ്. ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ് HST നാച്ചുറൽ സയൻസ്. നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ HST അഥവാ ഹൈസ്കൂൾ ടീച്ചർ എന്നറിയപ്പെടുന്ന ഹൈസ്കൂൾ അസിസ്റ്റന്റ് എങ്ങനെയാണ് ഇവരുടെ പരീക്ഷ നടക്കുന്നത്, എന്താണ് ഇവരുടെ സിലബസ്, എങ്ങനെ നമുക്കത് എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും മാർക്ക് കുറഞ്ഞ കോമ്പറ്റേറ്റേഴ്സ് മുതൽ റാങ്ക് ഹോൾഡേഴ്സ് വരെ മാറ്റിവരിക്കുന്ന ഒരു പരീക്ഷയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ പരീക്ഷകളിലും 1ാം റാങ്ക് കിട്ടിയവർ അല്ല ഈ പറയുന്ന PSC എക്സാംസിൽ കയറി പോകുന്നത്. അതിന് ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്, സ്മാർട്ട് വർക്ക് ആവശ്യമുണ്ട്, ബുദ്ധിപരമായ നീക്കങ്ങളാണ് ആവശ്യം. അല്ലാതെ കുറേ ഇരുന്ന് പഠിക്കുകയും കുറേ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യുന്നതിലല്ല അർത്ഥം. എങ്ങനെ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ ഈ കടമ്പ ചാടിക്കിടക്കാം? അപ്പം നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ പറയുന്ന എക്സാംസിൻ്റെ പ്രത്യേകതകൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് HST അഥവാ HSA നാച്ചുറൽ സയൻസിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കുക ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. ഇത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ സെലക്ഷൻ, ഡിസ്ട്രിക്ട് വൈസ്. ഇതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് പോവുകയാണെങ്കിൽ HSST പോവുകയാണെങ്കിൽ അത്
സ്റ്റേറ്റ് വൈഡ് ആണ്. പക്ഷെ HS എപ്പോഴും ജില്ലാ തലത്തിലാണ്. ഇനി രണ്ടാമത് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് 18 വയസ്സിൽ ഒരാളും ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ വരില്ല. 40 വയസ്സ് വരെയുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റ് റിസർവേഷൻ കാറ്റഗറിയിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏജ് ലിമിറ്റിലുള്ള ആർക്കും ഈ പരീക്ഷ അപ്പിയർ ചെയ്യാം. പണ്ടൊക്കെ ഈ ഒരു ഏജ് ലിമിറ്റിൽ ഒരൊറ്റ പരീക്ഷയെ ചിലപ്പോൾ എഴുതാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇന്നത് സ്ഥിതിവിശേഷം മാറി 2-3 വർഷം കൂടുമ്പം ഇത് കോൾ ഫോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം നിലവിൽ. ഇനി മൂന്നാം നോക്ക്, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിഗ്രി, ബിരുദം മസ്റ്റാണ്. ബോട്ടണി, സുവോളജി, ലൈഫ് സയൻസിലുള്ള ഗ്രാജുവേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഏജ് ലിമിറ്റ് കണ്ടു. ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. ഗ്രാജുവേഷൻ, ബാച്ചുലർ ഇൻ എഡ്യൂക്കേഷൻ. ദെൻ KTET 3 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എക്സാം, ഗ്രാജുവേഷനും BEdനും പുറമെ. അപ്പം KTET 3 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. KTET 3 അല്ലാതെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസിൽ ഇതല്ലെങ്കിൽ സെറ്റ് മതി, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സെറ്റ് ക്വാളിഫൈഡ് ആയാലും മതി. ഇനി സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കോളേജിൻ്റെ എഡ്യൂക്കേഷൻ അഥവാ നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇത് പാസ്സായാലും മതി. പക്ഷെ നെറ്റ് എന്ന് പറയുന്നത് കോളേജിലുള്ള യോഗ്യതാ പരീക്ഷയായി. സെറ്റ് എന്ന് പറയുന്നത് +2ലേക്ക് ചേരാനുള്ള യോഗ്യതാ പരീക്ഷയായി. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ KTET 3യുടെ യോഗ്യത ഒരു മാനദണ്ഡമേ അല്ല. ഇനി അതല്ല, ഈ സെറ്റ് നെറ്റിന് അല്ലാതെ നിങ്ങൾക്ക് MPhil ആയാൽ മതി, മാസ്റ്റർ ഇൻ ഫിലോസഫി. ഇനി അതല്ലെങ്കിൽ MEd ആയാൽ മതി, മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ PhD ഹോൾഡർ ആണെങ്കിൽ അതായാലും മതി. അപ്പം ഇതിൽ സെറ്റ്, നെറ്റ്, അതേപോലെ തന്നെ MPhil, MEd, PhD, ഇതിലേതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് എക്സാമിനേഷനോ ഡിഗ്രിയോ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ KTET 3 വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി സെൻട്രൽ ടെറ്റ് ആയാലും മതി, സെൻട്രൽ ടെറ്റ് ആയാലും മതി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ KTET 3 ആണെങ്കിലും സെക്കൻഡറി എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള എക്സാമാണ്. നെറ്റ്, കോളേജ് യോഗ്യതാ പരീക്ഷ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം KTET ആണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഈ യോഗ്യതകളൊക്കെ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ യു ആർ കോമ്പിറ്റന്റ് ഫോർ ദ എക്സാമിനേഷൻ. ഇപ്പം പലരുടെയും മനസ്സിലൊരു ചിന്തയാണ്, ഒരുപാട് ആൾക്കാർ ഇത് മാറ്റിവെക്കാനുണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, എണ്ണത്തിലല്ല കാര്യം, കഴിവിലാണ്. മത്സരത്തിൻ്റെ കാഠിന്യം നോക്കിയിരുന്ന് നമുക്ക് കിട്ടുമോ എന്ന് ഡെയിലി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിങ്ങളൊരു കോമ്പിറ്റൻ്റ് ആണ് എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ നോൺ കോമ്പിറ്റൻ്റ് ആണ്. അപ്പം നിങ്ങൾ മത്സരാർത്ഥി എന്ന് പറയണമെങ്കിൽ, കോമ്പിറ്റൻ്റ് എന്ന് പറയണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ആദ്യം ആർജിക്കുക. ഓക്കെ, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ. എത്രയാണ് ഇതിൻ്റെ പേ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം. HST നാച്ചുറൽ സയൻസ് അഥവാ HST നിങ്ങൾ പരീക്ഷ എഴുതി മെയിൻ ലിസ്റ്റിൽ വന്നു, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ ജോയിനിങ് റിപ്പോർട്ട്, അതായത് നിങ്ങൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി, ദെൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, ആദ്യമായി ജോയിൻ ചെയ്ത് ആദ്യ മാസം തന്നെ നിങ്ങൾ വാങ്ങാൻ പോകുന്ന സാലറി, ഇപ്പം പുതിയ പേ കമ്മീഷൻ പ്രകാരം
പ്രപ്പോസ്ഡ് സ്കെയില് എന്ന് പറയുന്നത് 41,300 to 87,000 ആണ് നിങ്ങളുടെ മാസ്റ്റർ സ്കെയിൽ. ഈ ഒരു സ്കെയിലിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എത്ര സാലറി വാങ്ങും എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക. അറൗണ്ട് 50,000 റുപ്പീസാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി വരിക. കാരണം സ്റ്റാർട്ടിങ് 41,300 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 45 എത്തും. സ്ലോലി അത് 50 ജമ്പ് ചെയ്യും, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരും. അപ്പൊ അറൗണ്ട് 50,000 രൂപ, 1,00,000 രൂപ മാസ ശമ്പളം വാങ്ങാൻ പോകുന്ന ഒരു മികച്ച പോസ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ആർ യു റെഡി ഫോർ ഇറ്റ്? അപ്പൊ ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? വെറുതെ കുറെ സബ്ജക്റ്റ് വായിച്ചതുകൊണ്ടോ ഒന്നോ രണ്ടോ ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തതുകൊണ്ടോ അല്ല നമ്മുടെ കാര്യം. നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റൻസീവായിട്ട് ഇതിന് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC നോട്ടിഫിക്കേഷൻ വന്ന ശേഷം, HST നാച്ചുറൽ സയൻസിൻ്റെ PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പം PSC നോട്ടിഫിക്കേഷൻ വന്ന ശേഷം 6 മാസങ്ങൾക്കുള്ളിൽ എക്സാം അനൗൺസ് ചെയ്യും, ഡേറ്റ് അനൗൺസ് ചെയ്യും. അപ്പം നമ്മുടെ മുമ്പിൽ 6 മാസങ്ങളുണ്ട്, വിലപ്പെട്ട 6 മാസങ്ങൾ. സോളിഡായ 180 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ 180 ദിവസങ്ങളിൽ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇഫ് യു ഹാവ് an attitude, ഇഫ് യു ഹാവ് a will, you will win the game. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 3 കാര്യങ്ങൾ. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 D എടുക്കുകയാണ് ഞാൻ. 3 D. എന്താണ് ഈ 3 D? ഏതൊരു PSC എക്സാമിനേഷൻ്റെയോ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലോ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 3 D ക്രോസ് ചെയ്യണം. ഏതാണ് ഈ 3 D എന്നറിയണ്ടേ? ആ 3 D എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, 3 D. ആദ്യത്തത് ഡിറ്റർമിനേഷനാണ്. ഓക്കെ. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡെഡിക്കേഷനാണ്. മൂന്നാമത്തെ D എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. ഈ 3 D ഉണ്ടോ, നിങ്ങൾ വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാക്കും. ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഡിറ്റർമിനേഷനാണ്, ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ്. അതായത് എന്നെക്കൊണ്ട് ഇത് സാധിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ ശ്രമിച്ചാൽ നടക്കും, ഐ വിൽ ട്രൈ ഫൈറ്റ്. പറ്റില്ല എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിൽ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ്. ഡിറ്റർമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇർറിവോക്കബിൾ ആയിരിക്കണം. പിന്തിരിഞ്ഞു പോകരുത്. കൈ വെച്ചാൽ പിന്നെ പിന്തിരിഞ്ഞു പോകരുത്. അതാണ് ഡിറ്റർമിനേഷൻ, ഒരു വിന്നിങ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡെഡിക്കേഷനാണ്. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ വർക്ക്. നമ്മുടെ മുമ്പിൽ സോളിഡ് 180 ദിവസങ്ങളാണ്. ഈ 180 ദിവസങ്ങളിൽ ആ ഡെഡിക്കേഷൻ കാണിച്ചിരിക്കണം. ആ ഡെഡിക്കേഷനിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും ഇത് നഷ്ടപ്പെടും. സോ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഓരോ ചുവടുവെപ്പിലും. മൂന്നാമത്തെ D എന്ന് പറയുന്നത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിക്കണം. അപ്പം നമ്മളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ രീതിയിലേക്കാണ് വരിക. കാരണം എല്ലാവർക്കും പരാജയപ്പെടുന്നത് ഡിറ്റർമിനേഷൻ ഉണ്ടാവും. ഡെഡിക്കേഷൻ 100% തുടങ്ങി 80% എത്തും. പക്ഷെ ഡിസിപ്ലിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിസിപ്ലിനിലാണ് ഏറ്റവും അധികം പ്രോബ്ലം. കാരണം നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്ന രീതി ആലോചിക്കുക. ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പം നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. നമ്മളെ ആരും ഫോഴ്സ് ചെയ്യാനില്ലെങ്കിൽ, നമ്മളെ ആരും തള്ളാനില്ലെങ്കിൽ, ഉന്താനില്ലെങ്കിൽ നമ്മൾ പതിയെ പതിയെ താഴോട്ട് വരും. ഇവിടെയാണ് ഡിസിപ്ലിൻ്റെ പ്രാധാന്യം. നമ്മൾ സെൽഫ് ഡിസിപ്ലിനാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഏജ് ആലോചിക്കുക, നിങ്ങളുടെ പ്രായം. ഈ ഒരു പ്രായത്തിൽ നിങ്ങളെ തള്ളാനോ ഉന്താനോ ആരുമില്ല.
നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ സഹായിക്കാനോ നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ആകെയുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളായിരിക്കണം സെൽഫ് ഡിസിപ്ലിൻഡ്. ഓക്കെ, അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സെൽഫ് ഡിസിപ്ലിനും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിജയം സുനിശ്ചിതമായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് HSST ക്രാക്ക് ചെയ്യാൻ, അതായത് ഹൈസ്കൂൾ ടീച്ചർ എന്ന HST ക്രാക്ക് ചെയ്യാൻ നമ്മുടെ മുമ്പിലുള്ള കടമ്പകളെ. ഇതിൽ എക്സാമിനേഷൻ പാറ്റേൺ അറിയണം, എക്സാമിനേഷൻ പേപ്പറിൻ്റെ പ്രത്യേകതകൾ അറിയണം, ക്വസ്റ്റ്യൻസ് അറിയണം. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദിസ് ഈസ് ദ പേപ്പർ. HST നാച്ചുറൽ സയൻസ് അഥവാ HSAയിൽ പേപ്പർ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ കാഴ്ച നിങ്ങളുടെ മുമ്പിൽ 100 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് കിട്ടും. യു വിൽ റിസീവ് എ ബുക്ക്ലെറ്റ് ഓഫ് 100 ക്വസ്റ്റ്യൻസ്. ഈ 100 ചോദ്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇത് എത്ര മാർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എത്ര മാർക്സ്. അപ്പം നിങ്ങൾ കാണുന്നത് 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ്. ഓക്കെ, 100 ചോദ്യങ്ങൾ എത്ര സമയം നമുക്ക് കിട്ടും, അതാണ് രണ്ടാമതായിട്ട് അറിയുന്നത്. നമ്മുടെ മുമ്പിൽ 100 ചോദ്യങ്ങൾ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം നോക്കാം. 1 hour and 15 minutes. 1 മണിക്കൂറും 15 മിനിറ്റുകളാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം. ഇതിൽ 75 മിനിറ്റ് സമയം നമ്മുടെ മുമ്പിലുണ്ട്. 100 ചോദ്യങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യണം. അതായത് ഒരു ചോദ്യത്തിന് നമുക്ക് എത്ര സമയം ലഭിക്കും? ഒരു ചോദ്യത്തിന് നമുക്ക് 1 മിനിറ്റും 25 സെക്കൻഡുകളാണ് നമ്മുടെ മുമ്പിൽ. ഒരു തീവ്രമായ മത്സര പരീക്ഷയിൽ ഒരു ചോദ്യത്തിന് 1 മിനിറ്റും 25 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളത് ഉത്തരം ചെയ്തിരിക്കണം. കാരണം ഓരോ ചോദ്യവും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ ഓരോ ചോദ്യത്തിന് മുകളിലും അമിതമായി സമയം നമ്മൾ ചെലവഴിച്ചാൽ നമ്മൾ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഓപ്പൺ കോട്ടയിൽ, ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്ര മുമ്പിലെത്താൻ പറ്റുമോ അത്രയും മുമ്പിലാണ്. ഇറ്റ് ഈസ് എ ഗെയിം. ഈ മത്സരത്തിൽ ആര് മുമ്പിലെത്തുന്നോ അവർക്കാണ് പ്രവേശനം. ശരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരിക്കും. ഈ ഒരു മത്സരത്തിൽ ഓരോ മിനിറ്റുകൾക്കും ഓരോ സെക്കൻഡുകൾക്കും അതിൻ്റെതായ വിലയുണ്ട്. സോ ശ്രദ്ധിക്കുക, നമ്മുടെ മുമ്പിൽ ഈ 100 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എത്ര? ഒരു ക്വസ്റ്റിന് നമുക്ക് 1 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടാൽ, തെറ്റിയാൽ നമുക്ക് നഷ്ടമാകുന്നത് -33 മാർക്സാണ്. 0.33 മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഒരു ചോദ്യം ചെയ്താൽ 1 മാർക്കും, തെറ്റിയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന തോതും നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായി ഉത്തര സൂചിക ഉത്തരം ചെയ്ത് തെറ്റാൻ പാടില്ല. റെഡി? അപ്പൊ എക്സാമിനേഷനെ കുറിച്ചുള്ള പ്രിലിമിനറി പ്രാഥമികമായ ഇൻഫർമേഷൻ നിങ്ങളുടെ കൈവശം എത്തി. ഇനി നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയ പേപ്പർ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? ഈ 100 ചോദ്യങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ
മത്സരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, സിലബസിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. 100 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാണ് ഈ 2 ഭാഗങ്ങൾ? പാർട്ട് എയുമുണ്ട്, പാർട്ട് ബിയുമുണ്ട്. അതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതേസമയം പാർട്ട് ബി എന്ന് പറയുന്നത് കോർ സബ്ജക്ട്സ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ മുമ്പിൽ നാച്ചുറൽ സയൻസ് പേപ്പറിൽ നിങ്ങളുടെ മുമ്പിൽ 2 പാർട്ടുകളാണ് നിങ്ങൾക്കുള്ളത്. ആ 2 പാർട്ടിൽ പാർട്ട് എ എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ്, പാർട്ട് ബി എടുത്താൽ സബ്ജക്റ്റ്. പാർട്ട് ബിയിൽ സബ്ജക്റ്റ് ആണ്. ഇതിൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടേണ്ടത് 20 വർഷത്തും, അതായത് ജനറലിലും സബ്ജക്റ്റിലും ഒരേപോലെ വേണം. അതിൽ സബ്ജക്റ്റിൽ ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഒരേ സമയം നിങ്ങൾ സസ്യശാസ്ത്രത്തിലും ജന്തുശാസ്ത്രത്തിലും പ്രാവീണ്യമുണ്ടാവും. കാരണം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കടമ്പ സസ്യശാസ്ത്രം, ബോട്ടണി നന്നായിട്ട് പഠിച്ചവർക്ക് സുവോളജി ലിറ്റിൽ ബിറ്റ് താഴോട്ടായിരിക്കും. ഇനി ജന്തുശാസ്ത്രത്തിൽ പ്രാവീണ്യം സിദ്ധിച്ചവർക്ക് സസ്യശാസ്ത്രത്തിൽ, ബോട്ടണിയിൽ പ്രാവീണ്യം കുറവായിരിക്കും. അപ്പോൾ ഒരേപോലെ ഇത് മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കണം. ലൈഫ് സയൻസ് രണ്ടും എടുത്തവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ എന്ന് നിങ്ങൾ കരുതണ്ട. കാരണം ഇത് എല്ലാ തലങ്ങളും ടച്ച് ചെയ്തു പോകുന്നതാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. ഇനി ജനറൽ ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ജനറൽ ടോപ്പിക്സിൽ നിന്നും 20 മാർക്കിനാണ് നമുക്ക് ചോദ്യങ്ങളുള്ളത്. 20 മാർക്ക് 20 ചോദ്യങ്ങൾ. ആ 20 ചോദ്യങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ നിന്നും? പാർട്ട് ബി കോർ സബ്ജക്റ്റിൽ നിന്നും 80 മാർക്ക്, 80 ചോദ്യങ്ങൾ. ആ 80-ലായിരിക്കണം നമ്മുടെ പ്രതീക്ഷ. പക്ഷെ 20 ചോദ്യങ്ങളിൽ നമ്മൾ അത്യാവശ്യം സ്കോർ ചെയ്യും. അപ്പോൾ ആ പാർട്ട് എ ഏതൊക്കെയാണ് എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളെ പാർട്ട് എയിലേക്ക് എത്തുക. പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങളുടെ കൈവശം നിങ്ങൾ നോക്കുമ്പം നിങ്ങൾ കാണുന്നത് ഈ കൊടുത്തിരിക്കുന്ന 3 മൊഡ്യൂളുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ആ 20 ചോദ്യങ്ങളിൽ 20ഉം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഈ 3 മൊഡ്യൂളുകളെ നിങ്ങൾ അഹോരാത്രം അധ്വാനിച്ചിരിക്കണം. ഈ 3 മൊഡ്യൂളുകളിൽ ഏതൊക്കെയാണ് ഈ 3 മൊഡ്യൂളുകൾ നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂൾ നമ്പർ 1. മൊഡ്യൂൾ നമ്പർ 1-ൽ റിനൈസൻസ്, നവോത്ഥാനം ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു. 2 മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2-ലാണ് പലരും തട്ടി വീഴുക. ജനറൽ നോളജ്, വിജ്ഞാനം എന്തുമാത്രമുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. കറണ്ട് അഫയേഴ്സ്. എല്ലാ ദിവസവും എഴുന്നേറ്റ് പത്രം വായിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ കറണ്ട് അഫയേഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമാണ്. ചുറ്റുപാടുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ചുറ്റിനും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കീൻ ഐഡിയ ഉണ്ടാകും. ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. മൊഡ്യൂൾ നമ്പർ 2 ജനറൽ നോളേജും കറണ്ട് അഫയേഴ്സ് അനന്തമായൊരു സാഗരമാണ്. ഇതിൽ നിന്നും നമുക്ക് വരുന്ന ചോദ്യങ്ങളുടെ ലെവലും കൂടെ നോക്കണം. അത്ര ഹയർ ലെവലിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരില്ല, തീരെ ലോ ലെവലിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും ആ ഒരു മിഡിൽ വേർഷനിൽ നമ്മൾ പ്രാവീണ്യമുണ്ട്.
ഇനി മൊഡ്യൂൾ 3 നോക്കൂ. മൊഡ്യൂൾ 3യിൽ എന്താണോ എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അപ്പോൾ ഈ 3 മൊഡ്യൂളുകളിൽ നിന്നായി 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ. ആ 20 ചോദ്യങ്ങളിൽ എത്രമാത്രം ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഇതിൽ പാർട്ട് എ നിങ്ങളെ സഹായിക്കാനായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഏറ്റവും മികച്ച ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് HST അഥവാ HSA പോസ്റ്റിൽ കേരളത്തിൽ ഓരോ ജില്ലകളിലും അങ്ങോളം ഇങ്ങോളം അധ്വാനിച്ച് വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരുവിധം അധ്യാപകരുടെ, അത് HST മാത്രമല്ല HHSTക്കാരുടെയും കോളേജ് അധ്യാപകരുടെയും ഗുരുനാഥനായ നമ്മുടെ സ്വന്തം പ്രൊഫസർ ഡോക്ടർ ശിവരാജൻ സാർ. എന്താണോ സാറ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പാർട്ട് എയിലെ കാര്യങ്ങൾ, അത് മതി ആ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. മൊഡ്യൂൾ പ്രസിദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്കിതിൻ്റെ വിശാലമായ സബ്ജക്റ്റ് അല്ലെങ്കിൽ വിശാലമായ സിലബസിനെ കുറിച്ച് പേടിക്കേണ്ടതുള്ളൂ. സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഈ 20 ചോദ്യങ്ങൾ എത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ വെയിറ്റ് ഫോർ ദ ക്ലാസ് ടു ടാക്കിൾ പാർട്ട് എ. ഈ 3 മൊഡ്യൂളുകൾ ടാക്കിൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് റിമൈനിങ് മാർക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന 80 ചോദ്യങ്ങൾ, 80 മാർക്ക് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പാർട്ട് ബി, കോർ സബ്ജക്റ്റ്. രണ്ടാമത്തെ പാർട്ടിലെ കോർ സബ്ജക്റ്റിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക. കോർ സബ്ജക്റ്റ്. ആ കോർ സബ്ജക്റ്റിൽ നോക്കാം, മൊഡ്യൂൾ 1 എടുത്തു. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ആനിമൽ ഡൈവേഴ്സിറ്റിയാണ്, ജൈവ വൈവിധ്യം, ജന്തുക്കളെ. ഈ ജൈവ വൈവിധ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മളൊന്നറിയണം. ഈ ജൈവ വൈവിധ്യത്തിൽ ക്ലാസിഫിക്കേഷൻ, വർഗീകരണത്തിനെ കുറിച്ച് അറിയാം, ജന്തുലോകത്തെക്കുറിച്ചും സസ്യലോകത്തെക്കുറിച്ചും അറിയണം, വിവിധ തരത്തിലുള്ള ജീവികളെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ബിരുദ പഠനത്തിലോ ബിരുദാനന്തര ബിരുദ പഠനത്തിലോ നമ്മൾ പഠിക്കുന്നതെല്ലാം തന്നെ ഒരു ക്യാപ്സ്യൂളായിട്ടാണ് ഇവിടെ ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യ പേപ്പറിൻ്റെയും ഡിസ്കഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിരുന്നു. അതേസമയം ബിരുദ പഠനത്തിന് സമയത്തും ബിരുദാനന്തര പഠനത്തിന് സമയത്തും ടൈപ്പ് സ്റ്റഡി പഠിക്കുമ്പം നമ്മൾ ആലോചിക്കും ഇതൊരു കടലായിരുന്നു. പക്ഷേ ഈ PSC സിസ്റ്റത്തിലേക്ക് വരുമ്പം, പെറ്റിലേക്ക് വരുമ്പം ഇതൊരു ക്യാപ്സ്യൂളായി നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഈ ക്യാപ്സ്യൂൾ ഊരി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ സിമ്പിളാണ്. അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ ഡീൽ ചെയ്യുന്നത്, വർഗീകരണം, വൈവിധ്യം, ജീവികളെ. പാർട്ട് 2, അതായത് മൊഡ്യൂൾ 2 എടുക്കുക. മൊഡ്യൂൾ 2ലാണ് നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറുന്നത്, ഫിസിയോളജി, ഉപാപചയ പ്രവർത്തനം. മെയിൻലി ആനിമൽ ഫിസിയോളജിയാണ് ഈ മൊഡ്യൂൾ 2ൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബയോകെമിസ്ട്രി. ഇത് പക്ഷെ അത്ര കാര്യമായിട്ടില്ലെങ്കിലും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും അടങ്ങുന്ന ആ ഒരു പാർട്ട് നമ്മൾ വൈവിധ്യം നേടിയിരിക്കണം. ബയോകെമിസ്ട്രി.
ദെൻ ഡെവലപ്മെന്റൽ ബയോളജി. എന്താ ഈ ഡെവലപ്മെന്റൽ ബയോളജി? ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ, പ്രീ ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്, ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ചുരുക്കത്തിൽ ബീജങ്ങളെക്കുറിച്ചുള്ള പഠനം, അണ്ഡോൽപാദനത്തെക്കുറിച്ചുള്ള പഠനം, സിംഗമി എന്ന് വിളിക്കുന്ന സംയോജനത്തെക്കുറിച്ചുള്ള പഠനം, സൈഗോട്ട് സിക്താണ്ഡത്തെക്കുറിച്ചുള്ള പഠനം. അപ്പൊ ഞാൻ സൈഗോട്ട് സിക്താണ്ഡം എന്ന് പറയുമ്പം നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കണം, ബിരുദ പഠനത്തിലോ ബിരുദാനന്തര പഠനത്തിലോ ഇനി ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ എൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, നമ്മൾ ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ വായിലിട്ട് ചവച്ചതാണ്. ഇതിനെ നമ്മൾ മലയാളീകരിക്കുമ്പം നമുക്കിത് ബുദ്ധിമുട്ടായി തോന്നുമോ എന്ന്. തുടക്കത്തിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് തോന്നുള്ളൂ, പക്ഷെ സ്ലോലി മലയാളത്തിൽ നിങ്ങൾ മാസ്റ്റർ. നിങ്ങൾ ഏത് സൈറ്റിൽ PSC നാച്ചുറൽ സയൻസ് എടുത്ത് ചെക്ക് ചെയ്താലും ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പക്ഷെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ മലയാളത്തിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഓരോ ചോദ്യങ്ങളും ക്രാക്ക് ചെയ്യണമെങ്കിൽ ഓരോ പാട്ടിൻ്റെയും മലയാളം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തുള്ളൂ. വീണ്ടും അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൊഡ്യൂൾ 3. എന്താണ് മൊഡ്യൂൾ 3യിൽ നമ്മൾ പഠിക്കാനുള്ളത്? എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? മൊഡ്യൂൾ 3യിൽ നോക്കുക, സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം, കോശസ്തരത്തെക്കുറിച്ചുള്ള പഠനം. എന്താണ് സെൽ, സെൽ മെംബ്രെയിൻ, സെൽ ഓർഗൻ, സെൽ ഡിവിഷൻ, മൈറ്റോസിസ്, മിയോസിസ്. ക്രമഭംഗം എന്ന മൈറ്റോസിസിനെ കുറിച്ചും ഊനഭംഗം എന്ന മിയോസിസിനെ കുറിച്ചും അതിസൂക്ഷ്മമായി അതിവിദഗ്ധമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മുടെ 80 ചോദ്യങ്ങളടങ്ങുന്ന കോർ സബ്ജക്റ്റിലേക്ക്, കോർ ടോപ്പിക്കിലേക്ക് നമ്മൾ കയറാണ്. ദാറ്റ് ഈസ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് എന്ന വിശാലമായ ലോകം. ഗ്രിഗർ മെന്റലിന്റെ കണ്ടുപിടുത്തങ്ങൾ മുതൽ ജീൻസുകളെ കുറിച്ചുള്ള പഠനം വരെ ജെനറ്റിക്സിൽ നമ്മൾ പഠിക്കും. പാരമ്പര്യ സ്വഭാവങ്ങളെ കുറിച്ചുള്ള പഠനം. വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോടെക്നോളജി, ഏറ്റവും ആധുനികമായ ബയോളജിക്കൽ ടെക്നോളജി. അത് വളരെ വിശാലമായി ഒന്നും കൂടെ നമ്മൾ കേൾക്കും. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബയോ ഇൻഫർമാറ്റിക്സ്, എങ്ങനെ ബയോളജിയെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കും. ബിരുദ പഠനത്തിലും ബിരുദാനന്തര പഠനത്തിലും നമുക്കൊരു പേപ്പർ ആയിട്ടുള്ള സംഗതിയാണ് ഈ ബയോ ഇൻഫർമാറ്റിക്സ്. വീണ്ടും മൊഡ്യൂൾ 4ലേക്ക് നമ്മൾ പോവാണ്. മൊഡ്യൂൾ 4ലേക്ക് എക്കോളജി, പരിസ്ഥിതി ശാസ്ത്രം, എത്തോളജി, ഡെവലപ്മെന്റൽ ബയോളജി, പാലിയോ ബയോളജി, പാലിയോ ബോട്ടണി, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം, അതേപോലെ സാമ്പത്തിക വശങ്ങളൊക്കെയാണ് നമ്മൾ എത്തോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, പരിണാമത്തെക്കുറിച്ചുള്ള പഠനം ആൻഡ് സൂ ജിയോഗ്രഫി, ജന്തു ജീവജാലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്, അതിൻ്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം. വീണ്ടും നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് മൂവ് ചെയ്യാണ്. മൊഡ്യൂൾ 5. 5ാമത്തെ മൊഡ്യൂൾ നോക്കുക. 5ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോബയോളജി. ഈ മൈക്രോബയോളജിയിലാണ് ബാക്ടീരിയകളുടെ വിശാലമായ ലോകത്തേക്ക് നമ്മൾ കയറുന്നത്. ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനം, വൈറസുകളെ കുറിച്ചുള്ള പഠനം, സസ്യങ്ങളിൽ ഓരോ ടൈപ്പ് സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം. ഇതെല്ലാം ടൈപ്പ് സ്റ്റഡി ഈ മൈക്രോബയോളജി മൊഡ്യൂളിലേക്ക്. അതേപോലെ ഏതൊക്കെ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം, അതും ഇവിടെ നമ്മൾ പഠിക്കും. ഇനി നമ്മൾ മൊഡ്യൂൾ 6ലേക്ക് കയറി. മൊഡ്യൂൾ 6ൽ
നമുക്ക് പഠിക്കാനുള്ളത് മോർഫോളജി, ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മോർഫോളജിയിൽ ചെടികളുടെ മോർഫോളജിയെക്കുറിച്ച് പഠിക്കണം. വേരിനെക്കുറിച്ചും തണ്ടിനെക്കുറിച്ചും ഇലകളെക്കുറിച്ചും പൂവിനെക്കുറിച്ചും വിത്തുകളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും സസ്യ കുടുംബങ്ങളെക്കുറിച്ചുള്ള പഠനം. പ്ലാന്റ് ഫാമിലി 202 കുടുംബങ്ങൾ മുഴുവൻ പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. നമുക്ക് 4 മുതൽ 5 ഫാമിലീസ് പഠിച്ചാൽ മതി. അതേപോലെ ആനിമൽ മോർഫോളജിയെ കുറിച്ചുള്ള പഠനം, ടിഷ്യൂസിനെ കുറിച്ചുള്ള പഠനം, ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനം, ഇതെല്ലാം മോർഫോളജിയിലേക്ക് വന്നു. വീണ്ടും അടുത്ത മൊഡ്യൂളിലേക്ക് നമ്മൾ കയറി. മൊഡ്യൂൾ 6 അല്ല, മൊഡ്യൂൾ 7. 7ാമത്തെ മൊഡ്യൂളിൽ നോക്കൂ, പ്ലാന്റ് ഫിസിയോളജി, സസ്യങ്ങളിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനം. ആനിമൽ ഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ആനിമൽ ഫിസിയോളജിയിൽ ഡൈജഷനെ കുറിച്ച് പഠിക്കണം, നെർവസ് കൺട്രോളിനെ കുറിച്ച് പഠിക്കണം, സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം, മസിൽസിനെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം ആനിമൽ ഫിസിയോളജിയിൽ. അതേസമയം പ്ലാന്റ് ഫിസിയോളജിയിലേക്ക് വരുമ്പോഴോ എങ്ങനെ പദാർത്ഥ സംവേദനം, ട്രാൻസ്പോർട്ട് നടക്കുന്നതിനെ കുറിച്ച് പഠിക്കണം, മിനറൽസിനെ കുറിച്ചൊരു ധാരണയുണ്ട്, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്, ഫോട്ടോസിന്തസിസിലെ വിവിധ പാത്വേകളെ കുറിച്ചുള്ള ധാരണയുണ്ട്, ശ്വസന പ്രക്രിയ, റെസ്പിറേഷൻ. ആനിമൽ ഫിസിയോളജിയിലും പ്ലാന്റ് ഫിസിയോളജിയിലും നമ്മൾ ശ്വസന പ്രക്രിയയെക്കുറിച്ച് പഠിക്കണം. അവിടെയാണ് നമ്മൾ അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. ഹാർട്ട്, ലങ്സ് തുടങ്ങിയ ടിഷ്യൂ സിസ്റ്റം, ഓർഗൻ സിസ്റ്റത്തെക്കുറിച്ച് വളരെ വിശാലമായിട്ട് ആനിമൽ ഫിസിയോളജി പഠിക്കുമ്പോൾ, പ്ലാന്റ് ഫിസിയോളജിയിൽ നമ്മൾ റെസ്പിറേഷൻ്റെ ബേസിക് സൈക്കിൾസ് പഠിക്കണം, പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ച് പഠിക്കണം. അപ്പം ഇതാണ് 7ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8ാമത്തെ മൊഡ്യൂളിലേക്ക് കയറുമ്പം ഒരു വിശാലമായ ടോപ്പിക്കാണ് എൻവയൺമെന്റൽ ബയോളജി. എക്കോളജി എന്ന ബേസിക് ടോപ്പിക്കിന് പുറമേ എൻവയൺമെന്റൽ ബയോളജി. എന്താണ് ജീവികൾ, ഒരു സമൂഹം എന്താണ്, പോപ്പുലേഷൻ എന്താണ്, പോപ്പുലേഷൻ എക്കോളജി എന്താണ്, കമ്മ്യൂണിറ്റി എക്കോളജി എന്താണ്, ആവാസ വ്യവസ്ഥ എന്താണ്, ജൈവ വൈവിധ്യത്തിൻ്റെ വിവിധ തലങ്ങൾ എന്തെല്ലാം, പൊല്യൂഷനെ കുറിച്ച്, വിവിധ തരത്തിലുള്ള പൊല്യൂഷനുകളെ കുറിച്ച്. ഇതിന് തുടർച്ചയായിട്ട് പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനെ കുറിച്ചുള്ള ഐഡിയാസ് ഉണ്ടാവും. ബയോടെക്നോളജിയിൽ ജീൻ എക്സ്പ്രഷനും ജീൻ ടാക്ടിക്സും ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റും നമ്മൾ അറിഞ്ഞിരിക്കും. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് കയറുമ്പം നമ്മൾ ഇതെല്ലാത്തിനെ കുറിച്ചൊരു ധാരണ. അപ്പൊ ഏകദേശം 8 മൊഡ്യൂളുകളിൽ നമ്മൾ കവർ ചെയ്തു. ഈ 8 മൊഡ്യൂളുകളോട് കൂടിയിട്ട് പാർട്ട് ബി നമ്മൾ അവസാനിപ്പിക്കുക. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ എക്സാമിനേഷനിലേക്ക് തിരിച്ചു വരികയാണ്. HSA നാച്ചുറൽ സയൻസിൽ ഓരോ ജില്ലകളിലും അവസാനം നടന്ന PSC എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് മാർക്സ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ലിസ്റ്റിൽ കയറണമെന്നുണ്ടെങ്കിൽ എത്ര മിനിമം മാർക്കിൻ്റെ മുകളിൽ എന്നൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ മുമ്പിൽ അവസാനം നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്സുകൾ. അതിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്സ് ഏത് ജില്ലയിലാണ് എന്നൊന്ന് നോക്കൂ. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് മാർക്സ് വന്നത്, 39.33. അപ്പൊ ഇങ്ങനെ വിചാരിക്കരുത് വെറും 40 ചോദ്യങ്ങൾ മാത്രം ചെയ്താൽ മതിയോ. നെഗറ്റീവ് മാർക്സ് അടക്കമുള്ള സംഗതിയാണ്. പക്ഷെ അതിങ്ങനെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും ഓരോ പരീക്ഷകളിലും. ഇത് അവസാനം നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്സ് വന്നത് ഏത് ജില്ലയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് മാർക്സ് വന്നത് തിരുവനന്തപുരം ജില്ല, നമ്മുടെ തലസ്ഥാനത്താണ്, 53.67. അപ്പം മത്സരത്തിൻ്റെ ആ കോമ്പറ്റീഷൻ ഒന്ന് നോക്കുക. തിരുവനന്തപുരം
ഏറ്റവും കുറവ് വയനാട് ജില്ല. കൊല്ലത്തേക്ക് കയറുമ്പോൾ നോക്കൂ 52, കണ്ട, രണ്ടാമത് വന്ന പൊസിഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നോക്കുക 48.67 കണ്ണൂരുണ്ട്. ഏറ്റവും കുറവ് നോക്കുക വയനാട് ജില്ല കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഓരോ ജില്ലകളിലെയും ലാസ്റ്റ് കട്ട് ഓഫ് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അപ്പൊ എല്ലാ മൊഡ്യൂളുകൾക്കും ഒരേപോലെ പ്രാധാന്യം നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം 100-ൽ 100 ആയിരിക്കണം. 1ാം റാങ്ക് എന്ന ലക്ഷ്യത്തിലേക്ക് കുതിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ തൊട്ട് താഴെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് 50% മതി, 50 കിട്ടിയാൽ എനിക്ക് കയറാം, ആ ചിന്തകളിൽ ഒരിക്കലും നിൽക്കരുത്. കാരണം ഞാൻ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ അവസാനം കയറിയ ഓപ്പൺ കോട്ടയിലെ റാങ്ക് മാർക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വിഷമം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകണ്ട. എത്ര പേര് കയറി, ലാസ്റ്റ് ഓപ്പൺ കോട്ടയിൽ എത്ര, റിസർവേഷനിൽ എത്ര, ഇതിലെത്ര, ഇതൊന്നും നോക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങളുടെ മുമ്പിൽ ഈ കട്ട് ഓഫിന്റെ മുകളിൽ എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്ന് മാത്രം നിങ്ങൾ മനസ്സിൽ ആലോചിച്ചാൽ മതി. ഹൗ ഐ ക്യാൻ സ്കോർ 100%. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പെറ്റ് അഥവാ PSC എക്സാംസ് ടുഡേ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യം, നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മത്സരിക്കേണ്ടത് മലയാളത്തിലാണ്. ഇംഗ്ലീഷിൽ പഠിച്ച് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതി ഇംഗ്ലീഷിൽ കോമ്പീറ്റ് ചെയ്ത നിങ്ങൾ മലയാളത്തിലേക്ക് എത്തുമ്പോൾ മത്സരം കഠിനമാവും. മലയാള വാക്കുകൾ എങ്ങനെ തിരിച്ച് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമായിരിക്കും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ആ സഹായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരു കൈത്താങ്ങായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എങ്ങനെ എന്നാണ് ഇനി നോക്കേണ്ടത്. നോക്കൂ, PSC എക്സാംസ് അഥവാ പെറ്റിൻ്റെ കോഴ്സ് ഡിസൈൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എക്സാംസ് ആണ്. എന്തുമാത്രം എക്സാംസ് എഴുതാൻ, എത്രമാത്രം എക്സാംസ് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യുന്നു, അതിലാണ് വിജയമുള്ളത്. ആ എക്സാമിനേഷനിൽ OMR എക്സാം പ്രാക്ടീസിനാണ് പ്രധാനം. എക്സാംസ്, ഈ എക്സാമിനേഷനിലേക്ക് നിങ്ങളെ സജ്ജരാക്കാൻ ഞങ്ങളുടെ ഒരു ഫുൾ കോർ, ഒരു ഫുൾ ടീം നിങ്ങളുടെ കൂടെയുണ്ട്. അത് ലൈവ് ക്ലാസ്സസ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടും നിങ്ങളെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. മെന്റർ SSS സ്റ്റഡി ഞാൻ ആദ്യമേ പറഞ്ഞു. ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വരുന്നതിൽ നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ആളുണ്ട്. ഫോഴ്സ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. നമ്മളെ നോക്കാൻ, നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മളെ വാച്ച് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു പോകും. അതേപോലൊരു മെൻറ്റ്, ഒരു ഗുരുനാഥൻ നിങ്ങളുടെ കൂടെയുണ്ട്. മെൻറ്റർ അസിസ്റ്റഡ് സ്റ്റഡി ഇസ് ദ സ്പെഷ്യാലിറ്റി. അടുത്ത് നോക്കുക, ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷൻസ് ഷുഡ് ബി ദ. ഈ 6 മാസത്തിനുള്ളിൽ, ചിലപ്പോൾ നീണ്ടു പോയേക്കാം നമ്മുടെ എക്സാംസിന്റെ ഡേറ്റ് അനൗൺസ്മെന്റ്. ഈ സോളിഡായ 180 ദിവസങ്ങളിൽ ഡെയിലി റിവിഷൻസും മന്ത്ലി, വീക്ക്ലി റിവിഷൻസും നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത 24 hours ഡിസ്കഷൻസും 24 hours അക്കാഡമിക് സെഷൻസുമാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് അവസരത്തിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ സജ്ജരാണ്. ഇനി എല്ലാം നിങ്ങളുടെ കൈകളിൽ. എങ്ങനെ നിങ്ങൾക്ക് ഈ കടമ്പ കടക്കാം? എപ്പോഴും മനസ്സിൽ ആലോചിക്കുക, ആർ യു കോമ്പീറ്റന്റ് ഫോർ ദ കോമ്പറ്റീഷൻ, അതോ നോൺ കോമ്പീറ്റന്റ് ആണ്? ഇപ്പോഴും പെറ്റ് നിങ്ങളെ കോമ്പീറ്റന്റ് ആക്കും. മത്സരത്തിൽ മത്സരിക്കാനുള്ള മത്സരാർത്ഥിയായിട്ടാണ്
നിങ്ങൾ നിൽക്കേണ്ടത്. അതിന് ആ 3D എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഡിറ്റർമിനേഷൻ, dedication and discipline. And PET offers all the 3 for you. Okay, so all the best. Should have a winning attitude. Irrevocable decision. ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് കിട്ടിയിട്ടേ തിരിച്ചു കയറാൻ പാടുള്ളൂ. ആരൊക്കെ മത്സരിച്ചോട്ടെ, we have to win the game. So once again, എൻ്റെ എല്ലാ മിടുക്കന്മാരായ മിടുക്കികളായ അധ്യാപകർക്കും വിജയാശംസകൾ. താങ്ക് യു.